പാൽ സംഭരണ വിതരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പാൽ സംഭരണ വിതരണം വീട്ടുപടിക്കൽ. മുൻപ് നടപ്പിലാക്കിയൊരു പദ്ധതിയായിരുന്നു വളയിട്ട കൈകളിൽ വളയവും പാലും. ആ പദ്ധതിയാണ് ഇന്ന് 14ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ പാൽ സംഭരണം വിതരണം വീട്ടുപടിക്കൽ എന്ന രീതിയിൽ സ്ത്രീകൾക്കായിട്ട് വിഭാവനം ചെയ്ത് നമ്മൾ ഇപ്പോൾ നടപ്പിലാക്കുന്നത്. രണ്ട് തരം പദ്ധതികളാണ്. ത്രിതല പഞ്ചായത്തുകളിൽ നിന്ന് നമുക്ക് 15,000 രൂപ ധനസഹായത്തോടെയുള്ള പദ്ധതിയും അതോടൊപ്പം തന്നെ ഇരുചക്ര വാഹനങ്ങളും അല്ലെങ്കിൽ മുച്ചക്ര വാഹനങ്ങൾ കൊടുത്തുകൊണ്ടുള്ള 65,000 ധനസഹായം ഉള്ള പദ്ധതികളുണ്ട്. മൊബൈൽ മിൽക്കിംഗ് യൂണിറ്റ് എന്ന് പറയുന്ന സംവിധാനങ്ങളുണ്ട്. 95,000 രൂപയ്ക്ക് ഇത്തരം പദ്ധതികളുണ്ട്. മിൽക്ക് ഓൺ വീൽസ് എന്നുള്ള പേരിലോ മൊബൈൽ മിൽക്കിംഗ് പാൽ വിതരണ യൂണിറ്റ് എന്നോ പാൽ സംഭരണ വിതരണ യൂണിറ്റ് എന്നോ ഒക്കെ പേരിട്ട് നമുക്ക് വിളിക്കാം. ഇവിടെ കണ്ണാടി മാതൃകയിൽ കണ്ണാടി നാച്ചുറൽ ഫ്രഷ് മിൽക്കിൻ്റെയൊക്കെ മാതൃകയിൽ നമുക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. 10 മണിക്ക് ഓഫീസിലേക്ക് എന്തെങ്കിലും ജോലിക്ക് പോകേണ്ട ആളുകളെ സംബന്ധിച്ച് രാവിലെ ഒരു 6 മണി മുതൽ ഒരു 8 മണി വരെ 2 മണിക്കൂർ പാൽ സംഭരണ വിതരണത്തിൽ ഏർപ്പെട്ടാൽ അവർക്ക് മികച്ച വരുമാനം നേടിയെടുക്കാൻ കഴിയും. ഷിഫ്റ്റ് സമ്പ്രദായമുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഉച്ച കഴിഞ്ഞ് ഇതുപോലെ തന്നെ ജോലി കഴിഞ്ഞ് വരുന്ന ആളുകളെ സംബന്ധിച്ച് ഉച്ചയോടുകൂടി ജോലി അവസാനിപ്പിച്ച് രാവിലെ 8 മണിക്ക് തുടങ്ങി 12 മണിക്കോ അല്ലെങ്കിൽ 2 മണിക്കോ അവസാനിക്കുന്ന അല്ലെങ്കിൽ 4 മണിക്ക് അവസാനിക്കുന്ന ആളുകളാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് 2 മണിക്കൂർ 4 മണി മുതൽ 6 മണി വരെ അല്ലെങ്കിൽ 5 മണി മുതൽ 7 മണി വരെ പാൽ സംഭരണ വിതരണം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ വരുമാനം ക്ഷീരസഹകരണ സംഘങ്ങളിൽ നിന്നൊരു നിശ്ചിത അളവിൽ ഗുണമേന്മയുള്ള പാൽ സംഭരിക്കുകയും അതൊരു നിശ്ചിത ഹൗസിംഗ് കോളനികളിലോ റെസിഡൻസ് അസോസിയേഷനുകളിലോ അല്ലെങ്കിൽ വ്യക്തിഗത ഗുണഭോക്താക്കളിലേക്കോ ഹോട്ടലുകളിലേക്കോ എവിടെ ആവശ്യക്കാരെവിടെയാണോ എന്നൊന്ന് കണ്ടുപിടിച്ച് അത്തരം ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിക്കൊണ്ട് വിതരണത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മികച്ച വരുമാനം നമുക്ക് അഡീഷണൽ ഒരു വരുമാനം നേടിയെടുക്കാൻ അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന മികച്ച ഒരു സംരംഭമാണ് പാൽ സംഭരണ വിതരണം വീട്ടുപടിക്കൽ പോലുള്ള പദ്ധതി. മറ്റൊന്നാണ് ഡയറി ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ. ഡയറി ഫാമിംഗ് രംഗത്തായാലും മാർക്കറ്റിംഗ് രംഗത്തായാലും അതുമായി ബന്ധപ്പെട്ട് മൂല്യവർദ്ധനമായാലും സംസ്കരണമായാലും ഒക്കെ നമുക്ക് വലിയ ഒരു സംവിധാനം നമുക്ക് ഒരുക്കാൻ കഴിയും. ഇത് പ്രത്യേകിച്ച് ഗൾഫിൽ നിന്ന് യൂറോപ്യൻ കൺട്രിയിൽ നിന്നും അവിടുത്തെയൊക്കെ അൽമുറയിലും അൽത്താഫിയിലും അതുപോലെ തന്നെ മറ്റ് നെതർലാൻഡ്സിലും ന്യൂസിലാൻഡിലും സ്വിറ്റ്സർലാൻഡിലും ഇസ്രായേലിലൊക്കെ നടത്തുന്ന പശു വളർത്തൽ രീതി കണ്ട് അതിൽ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ പൈസ ഒരു പൈസയും അധ്വാനിച്ച പൈസ പോകാതിരിക്കണമെങ്കിൽ അവർ മികച്ച പരിശീലനം നേടിയിട്ട് മാത്രമേ ഈ രംഗത്ത് ഇറങ്ങാൻ പാടുള്ളൂ. അതിൻ്റെ എല്ലാ വശങ്ങളും പരാജയത്തിൻ്റെ വശങ്ങൾ അതിൻ്റെ പരാജയങ്ങളുടെ പഴുതുകൾ അടച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇതൊക്കെ വളരെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവരെ മികച്ച ഒരു ട്രെയിനിങ് കൊടുക്കാൻ അങ്ങനെയുള്ള സംവിധാനം ഒരു സംരംഭമായി നമുക്ക് ആരംഭിച്ചാൽ കേരളത്തിൽ വലിയ സാധ്യതകളുണ്ട്. റെസിഡൻഷ്യൽ മോഡൽ ട്രെയിനിങ് ഒരു 1-2 മാസത്തേക്കുള്ള ഒരു റെസിഡൻഷ്യൽ ട്രെയിനിങ് സംവിധാനങ്ങൾ ആരംഭിച്ചാൽ അതിലൂടെ നമുക്ക് മികച്ച ഒരു സംരംഭവും വരുമാനവും നേടിയെടുക്കാൻ കഴിയും. ഇപ്പോൾ ഡയറി ഫാം സ്കൂളുകൾ ആരംഭിക്കുക, നല്ല വിദഗ്ധന്മാർക്ക് കൊണ്ട് പരിശീലനം നൽകിക്കൊണ്ട് ഫാം സ്കൂളുകൾ ആരംഭിച്ചു കഴിഞ്ഞാൽ അതിന് വലിയ വരുമാന സാധ്യതകളുണ്ട്. മാർക്കറ്റിങ്ങിൽ ഒട്ടേറെ സാധ്യതകൾ നമ്മൾ നിലനിൽക്കുന്നുണ്ട്. ആ രംഗത്ത് അത് തീർച്ചയായിട്ടും മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ലിങ്കേജും ബ്രാൻഡിങ്ങും ഒക്കെ ആർക്കും നമുക്ക് ചെയ്യാൻ കഴിയും. ഇപ്പോഴത്തെ ഇതിൽ നമുക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ വലിയ സാധ്യതകൾ നമുക്കുണ്ട്. അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരു മാർക്കറ്റ് ലിങ്കേജും ബ്രാൻഡിങ്ങും നമുക്ക് അങ്ങനെ അതിനാവശ്യമായ ബോധവൽക്കരണവും പരിശീലനവും വൈദഗ്ധ്യം നേടിക്കൊടുക്കലും ഒക്കെ ഉള്ള സെൻറ്ററുകൾ ആരംഭിക്കാം, സംവിധാനങ്ങൾ ആരംഭിക്കാം. അതുപോലെ തന്നെ മിൽക്കേസ് ട്രെയിനിങ് സ്കൂൾ, പാൽക്കറവ ഒരു നല്ല മികച്ച ഒരു വനിതയായാലും ഒരു പുരുഷനായാലും അവർക്ക് കറവ യന്ത്രവും സംവിധാനങ്ങളും ഒക്കെ ഇപ്പോൾ പുതിയ മൊബൈൽ മിൽക്കിംഗ് സംവിധാനങ്ങളുണ്ട്. ത്രിതല പഞ്ചായത്തിലെ സംവിധാനത്തിലൂടെ 95,000 രൂപയ്ക്ക് പദ്ധതി നമുക്ക് ചെയ്യാം. അങ്ങനെയുള്ള പദ്ധതികൾ വെച്ചുകൊണ്ട് നമ്മൾ ആവശ്യമായ യന്ത്ര സംവിധാനങ്ങളും വാഹന സംവിധാനങ്ങളൊക്കെ ഒരുക്കി നമ്മൾ കറവ നടത്താൻ പോയാൽ ഏറ്റവും കുറഞ്ഞത് ഇന്ന് ഒരു പശുവിന് ഒരു മാസത്തേക്ക് 1000 രൂപ കറവക്കൂലി കൊടുക്കുന്ന സംവിധാനങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. ഏറ്റവും കുറഞ്ഞൊരു 10 പശുക്കളെങ്കിലും നമുക്ക് കറക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഒരു നിശ്ചിത സമയത്ത് നമുക്ക് 10,000 രൂപ നമുക്ക് വരുമാനം നേടിയെടുക്കാൻ കഴിയും. യന്ത്ര സംവിധാനം ഉണ്ടെങ്കിൽ 25-30 പശുക്കളെ കറക്കുന്നതിനൊന്നും ഒരു പ്രയാസവുമില്ല. 1-1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ഒരു പശുവിനെ കറക്കാൻ ഏതാണ്ട് 10 മിനിറ്റിൽ താഴെ മാത്രമേ സമയം ആവശ്യമുള്ളൂ. ഡബിൾ ബക്കറ്റ് സംവിധാനമാണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് 2 പശുക്കളെ നമുക്ക് കറന്നെടുക്കാൻ കഴിയും.
ഒരു മണിക്കൂറിൽ നമുക്ക് 12 പശുക്കളെ കറന്നെടുക്കാൻ കഴിയും. 2 മണിക്കൂറിൽ നമുക്ക് ഏതാണ്ട് 24 പശുക്കളെ നമുക്ക് കറന്നെടുക്കാൻ കഴിയും. 1000 രൂപ വെച്ചാണെങ്കിൽ ഒരു 25,000 രൂപ നേടിയെടുക്കുന്നതിന് ഒരു പ്രയാസവും നമുക്ക് ആ രംഗത്ത് ഇല്ല എന്നുള്ളതാണ്. മറ്റൊന്നാണ് അനന്തമായ സാധ്യതകളുള്ളത് മൂല്യവർദ്ധിത പാലുൽപ്പന്നങ്ങളുടെ നിർമ്മാണം, അതിന് വൈദഗ്ധ്യം നേടിക്കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സെൻറ്ററുകൾ ആരംഭിച്ചുകൊണ്ട്, റെസിഡൻഷ്യൽ ട്രെയിനിങ് സംവിധാനങ്ങൾ ആരംഭിച്ചുകൊണ്ട്, ചാണകവും ഗോമൂത്രവും സംസ്കരിക്കുകയും അതിനെ മൂല്യവർദ്ധിത വസ്തുക്കളാക്കി മാറ്റുന്നതിനുള്ള പരിശീലനം നൽകുന്ന ഒരു പരിശീലന കളരി സംഘടിപ്പിക്കുക. ലൈവ് സ്റ്റോക്ക് ലേബറിങ് വലിയ സാധ്യതയുള്ളതാണ്. ഇന്ന് നമ്മുടെ ലൈവ് സ്റ്റോക്ക് ഫാമുകളിലൊക്കെ ഉള്ളത് അന്യസംസ്ഥാന തൊഴിലാളികൾ നേപ്പാളിൽ നിന്നും ഒറീസയിൽ നിന്നും അതുപോലെ തന്നെ മണിപ്പൂരിൽ നിന്നൊക്കെ വരുന്ന ആളുകളാണ് കൂടുതലായിട്ടും ഉള്ളത്. ഏറ്റവും കുറഞ്ഞത് അവരുടെ ശമ്പളം എന്ന് പറയുന്നത് 20,000 രൂപയെങ്കിലും കിട്ടും. തീർച്ചയായിട്ടും നമ്മുടെ വീട്ടമ്മമാർക്കും ഒക്കെ അത് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതാണ്. യന്ത്ര സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിക്കൊണ്ട് നമ്മൾ ലൈവ് സ്റ്റോക്ക് ഫാം ലേബറിങ് എന്നുള്ള സംവിധാനത്തിൽ ലേബർ ബാങ്കുകൾ ആരംഭിച്ച് അതൊരു സംരംഭമാക്കി മാറ്റിക്കൊണ്ട് ആവശ്യമുള്ള ഡയറി ഫാമുകളിലേക്കും കാർഷിക മേഖലയിലേക്കും നമ്മൾ തൊഴിലാളികളെ സപ്ലൈ ചെയ്യുന്ന സംവിധാനങ്ങൾ അത് സ്ഥിരമായിട്ടും ഡെയിലി ആയിട്ടും നമുക്ക് സപ്ലൈ ചെയ്യുന്ന രീതിയിലേക്ക് അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു ലേബർ ബാങ്ക് ആരംഭിക്കുമ്പോൾ അതിലൂടെ നമുക്കൊരു കമ്മീഷൻ എന്ന നിലയിൽ നമുക്ക് നല്ലൊരു വരുമാനം നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സംരംഭമാണ് ലൈവ് സ്റ്റോക്ക് ഫാം ലേബറിങ് എന്നുള്ളത് കാര്യം കൂടി മനസ്സിൽ കരുതണം. മറ്റൊന്നാണ് ഓർഗാനിക് ഡയറി ഫാമിംഗ് ആൻഡ് സർട്ടിഫിക്കേഷൻ. ഓർഗാനിക് നമുക്കറിയാം, എല്ലാം ഇന്ന് മനുഷ്യരാശിക്ക് രാസവളങ്ങളും കീടനാശിനികളും അന്തരീക്ഷങ്ങളും എല്ലാം മലീമസമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടുതൽ ആളുകളും സുരക്ഷിത ഭക്ഷണം എന്ന രീതിയിലാണ് പലപ്പോഴും ഇപ്പോൾ കാണുന്നത്. ഭക്ഷ്യസുരക്ഷ എന്ന കാര്യത്തിൽ നമ്മൾ ഏതാണ്ട് ഒരു ലെവലിലേക്ക് നമ്മൾ അതിൻ്റെ ഒരു നേട്ടങ്ങളിലേക്ക് എത്തിയപ്പോൾ അടുത്ത സ്റ്റെപ്പ് മനുഷ്യൻ ആലോചിച്ചത് സുരക്ഷിത ഭക്ഷണം, ഭക്ഷ്യസുരക്ഷയുടെ അപ്പുറം സുരക്ഷിതമായ സേഫ് ഫുഡ് എന്ന നിലയിലേക്ക്. അത് പാലായാലും പച്ചക്കറി ആയാലും ധാന്യങ്ങളായാലും എല്ലാം ശുദ്ധമായിരിക്കണം എന്നുള്ളൊരു നിലയിലേക്കാണ് പലപ്പോഴും അഭ്യസ്തവിദ്യരായ ഹെൽത്ത് കോൺഷ്യസ് ഉള്ള ആളുകൾ അത് ചിന്തിക്കുന്നത്. അവരത് കുറ്റം പറയാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഓർഗാനിക് നിലയിൽ ജൈവികമായ രീതിയിൽ ഏറ്റവും ആരോഗ്യപരമായ രീതിയിൽ പാലും പാലുൽപ്പന്നങ്ങളും ഒക്കെ അങ്ങനെ നിർമ്മിക്കുന്നുണ്ട് എന്നുള്ള ഒരു സർട്ടിഫിക്കേഷനോടുകൂടി അല്ലെങ്കിൽ നമ്മൾ സർട്ടിഫൈഡ് ഏജൻസിയായി മാറിക്കൊണ്ടൊക്കെ ഉള്ള രീതിയിലേക്ക് അത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ വിപണി മൂല്യം നമ്മൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ഉൽപ്പന്നത്തിന് മികച്ച വില കിട്ടാൻ അത് സഹായിക്കുമെന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഇന്ന് ഓർഗാനിക് മിൽക്കൊക്കെ 250 രൂപയ്ക്ക് വരെ ഒരു ലിറ്ററിന് വാങ്ങാൻ ആളുണ്ട്, കൊടുക്കാനുള്ള സംവിധാനങ്ങളും ഇന്ന് കേരളത്തിലുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. അങ്ങനെ വരുമ്പോൾ നല്ല മികച്ച വരുമാനം നമുക്ക് നേടിയെടുക്കാൻ നാടൻ പശുക്കളെ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ബെറ്ററായ രീതിയിൽ ഗ്രേഡിംഗ് അപ്പ്, വർഗോന്നതീകരണം പോലുള്ള പ്രവർത്തനങ്ങൾ നിരന്തരമായി ചെയ്ത് അതിൻ്റെ പാലുൽപാദനം വർദ്ധിപ്പിച്ചെടുക്കുക. എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാലുൽപാദനം വർദ്ധിപ്പിച്ചെടുക്കുക. അതിലൂടെ മികച്ച നേട്ടങ്ങൾ, ജൈവികമായ രീതിയിലുള്ള മികച്ച നേട്ടം നമുക്ക് നേടിയെടുക്കാനുള്ള ഒരു സംരംഭങ്ങൾ കെട്ടിപ്പടുക്കാനുള്ള അവസരം ഇന്ന് നമുക്ക് കേരളത്തിലുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. മറ്റൊന്നാണ് ആനിമൽ ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട്. നമുക്കറിയാമല്ലോ, പശുക്കൾക്ക് അസുഖം എപ്പോഴാണ് പിടിപെടുന്നത്. അവർക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളോട് പറയാൻ കഴിയാത്തതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്കത് സമയത്ത് കണ്ടുപിടിക്കുന്നതിലൊക്കെ ചിലപ്പോൾ പോരായ്മകളൊക്കെ വരാറുണ്ട്. അത് ഒരു ആളുകളെ സംബന്ധിച്ച്, ഡയറി ഫാർമറെ സംബന്ധിച്ച് വലിയ നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കന്നുകാലികളെ കുറഞ്ഞ ഇൻഷുറൻസ് പ്രീമിയത്തിൽ നമുക്ക് ഇൻഷൂർ ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അറിവില്ലാത്ത ആളുകളിലേക്ക് ഇത് കൊണ്ടുവന്നെത്തിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പശു കവച് പോലുള്ള പദ്ധതികൾ, അതുപോലുള്ള മറ്റ് കമ്പനികളുടെയൊക്കെ കുറഞ്ഞ പ്രീമിയത്തിലുള്ള ഏതെങ്കിലും പ്രൊഡക്റ്റുകളുണ്ടോ, ഇൻഷുറൻസ് സ്കീമുകളുണ്ടോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ക്ഷീര കർഷകർക്ക് ആവശ്യമായത് സപ്ലൈ ചെയ്തുകൊണ്ട് പശുക്കളെ കവറേജിൽ കൊണ്ടുവന്നുകൊണ്ടൊക്കെ നമ്മൾ ഒരു പ്രവർത്തനത്തിനും അതിനൊരു സംരംഭമാക്കി മുന്നോട്ട് പോകുന്നതിന് വലിയ 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 സാധ്യതകൾ ഇന്ന് കേരളത്തിലുണ്ട് എന്ന്. അപ്പോൾ അതുകൊണ്ട് എല്ലാ പശുക്കളെയും ഇൻഷൂർ ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു നിലയിലേക്ക് നമ്മൾ കർഷകരെ എത്തിക്കുക, അത് അവരെ കണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആനിമൽ ഹെൽത്ത് ഇൻഷുറൻസ് ഈ മേഖലയിൽ നാളെയുടെ നിലനിൽപ്പിന് ഏറ്റവും അത്യന്താപേക്ഷിതമായൊരു സംഗതി കൂടിയാണ് ഇൻഷുറൻസ് സ്കീമുകൾ. മറ്റൊരു വലിയ സാധ്യതയുള്ളതാണ് ലൈഫ് സ്റ്റോക്ക് ബ്രീഡ് മൾട്ടിപ്ലിക്കേഷൻ യൂണിറ്റ്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ രാജ്യത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് ബ്രീഡ് മൾട്ടിപ്ലിക്കേഷൻ യൂണിറ്റുകൾ ആരംഭിച്ചു. 2020-21 കാലഘട്ടത്തിൽ ആരംഭിച്ച് 2025 നവംബർ 26 വരെ നീളുന്ന ഒരു പ്രോഗ്രാമാണ്. അതിൽ 5 പദ്ധതികളാണ് പ്രധാനമായിട്ടുമുള്ളത്.
അതിൽ ബ്രീഡ് മൾട്ടിപ്ലിക്കേഷൻ യൂണിറ്റിൽ പശുവിൻ്റെ ആണെങ്കിൽ 200 പശുക്കളെ ബ്രീഡിങ്ങിനായിട്ട് ഒന്നിച്ച് വളർത്തുന്ന ഒരു രീതിയാണ്. അതിന് 50% നിരക്കിലാണ് സബ്സിഡി. 4 കോടി പ്രൊജക്റ്റ് കോസ്റ്റ് ഉള്ള ഈ പദ്ധതിക്ക് 2 കോടി രൂപ നമുക്ക് ബാക്ക് ഹാൻഡഡ് ആയിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ബ്രീഡ് മൾട്ടിപ്ലിക്കേഷൻ യൂണിറ്റിന് വലിയ സാധ്യതയുണ്ട്. ഇന്നിപ്പം മുരളി നായർ വൈക്കത്തൊരു യൂണിറ്റ് ആരംഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് 600ഓളം ഗീർ പശുക്കളെ വളർത്താൻ പറ്റുന്ന രീതിയിലുള്ള ഷെഡ് സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി പോലെയുള്ള സംവിധാനങ്ങളാണ് അവിടെ പ്രയോഗിക്കുന്നത്. അവിടെ ഉണ്ടാകുന്ന പശുക്കുട്ടികളെ 30 ലിറ്റർ ഗ്യാരണ്ടി കൊടുത്തുകൊണ്ടുള്ള സർട്ടിഫൈഡ് ബ്രീഡ് മൾട്ടിപ്ലിക്കേഷൻ യൂണിറ്റാണ്. അവിടെ ഒരു കിടാരി 3 മാസം പ്രായമായ ഹീഫർ അല്ലെങ്കിൽ കിടാരി, അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലേക്ക് ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കടച്ചി എന്ന് പറയും, അങ്ങനെയുള്ള യുവതികളെ അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് 3 മാസം പ്രായമാകുമ്പോൾ 1 ലക്ഷം രൂപയ്ക്കാണ്. അത് ഓൺലൈൻ ബുക്കിംഗ് ആണ്. ഇപ്പോൾ ഓൺലൈൻ കൊടുക്കാൻ സാധിക്കാത്ത നിലയിലേക്ക് വന്നപ്പോൾ അത് തൽക്കാലം നിർത്തിവെച്ചിരിക്കുന്നു. എന്നിരുന്നാലും അതിൻ്റെ വില എന്ന് പറയുന്നത് ഒരു കിടാവിന് 3 ലക്ഷം രൂപ 1 ലക്ഷം രൂപയാണ് 3 മാസം പ്രായമുള്ള കിടാക്കൾക്ക്. അതോടൊപ്പം തന്നെ ബ്രീഡ് മൾട്ടിപ്ലിക്കേഷൻ യൂണിറ്റ് ഗോട്ട് ബ്രീഡിംഗ് ഉണ്ട്. ആദ്യ തുടക്കത്തിൽ 2020-21 വരുമ്പോൾ 500 പെണ്ണാടും 25 മുട്ടനാടുമായിരുന്നു. അതിന് 1 കോടി രൂപ പ്രൊജക്റ്റ് കോസ്റ്റും 50 ലക്ഷം രൂപ സബ്സിഡിയുമായിരുന്നു. അത് പിന്നീട് 2023 ഏപ്രിൽ മാസത്തിലേക്ക് അത് മാറ്റം വരുത്തിക്കൊണ്ട് 100 പെണ്ണാടും 5 മുട്ടനാടും 10 ലക്ഷം രൂപ സബ്സിഡി, 200 പെണ്ണാട് 10 മുട്ടനാടിന് 20 ലക്ഷം രൂപ സബ്സിഡി, 315 എന്ന നിലയിൽ 30 ലക്ഷം രൂപ സബ്സിഡി, 420 എന്ന രീതിയിൽ 40 ലക്ഷം രൂപ സബ്സിഡി, 50 പശുക്കളും 5 ഇതും കൂടെയുള്ള 500 ആടും 25 മുട്ടനാടുമുള്ള യൂണിറ്റിന് 50 ലക്ഷം രൂപ സബ്സിഡിയാണ്. ഇത്രയാണ് ഗോട്ട് ബ്രീഡ് മൾട്ടിപ്ലിക്കേഷൻ യൂണിറ്റുമായി ബന്ധപ്പെട്ട്. ഇനി പന്നിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 50 പെൺപന്നിയും 5 ആൺപന്നിയും അടങ്ങുന്ന ഒരു ബ്രീഡിംഗ് യൂണിറ്റിന്, ബ്രീഡ് മൾട്ടിപ്ലിക്കേഷൻ യൂണിറ്റിന് 15 ലക്ഷം രൂപ സബ്സിഡിയാണ്. 30 ലക്ഷം രൂപ പ്രൊജക്റ്റ് കോസ്റ്റാണ്. അതോടൊപ്പം തന്നെ ആ 100 പെൺപന്നിയും 10 ആൺപന്നിയും അടങ്ങുന്ന ബ്രീഡ് മൾട്ടിപ്ലിക്കേഷൻ യൂണിറ്റിന് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ ഗൂഗിൾ മിഷൻ പദ്ധതി വഴി നൽകുന്നത് 30 ലക്ഷം രൂപ സബ്സിഡിയാണ്. മറ്റൊന്ന് ഇറച്ചിക്കോഴിയുമായി ബന്ധപ്പെട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ യൂണിറ്റാണ്. പക്ഷേ അവിടെ ഒരു പ്രശ്നം, അതിൻ്റെ പാരൻ്റ് സ്റ്റോക്ക്, മുട്ടയിടുന്ന പിടക്കോഴിയും അതിന് കൊത്തുന്ന പൂവൻ കോഴിയും ഏതാണ്ട് വലിയ ഭാരമുള്ളതാണ്, 8 കിലോ 10 കിലോ ഒക്കെ വരുന്ന ടൈപ്പാണ്. പക്ഷേ ആ പാരൻ്റ് സ്റ്റോക്ക് നമുക്ക് സാധാരണ കർഷകർക്ക് ലഭ്യമല്ല. അത് വലിയ വെങ്കടേശ്വര പോലെയുള്ള കമ്പനികളുടെ കുത്തക ഇതാണ്. പക്ഷേ അത് എങ്ങനെ നമുക്ക് നടത്തിയെടുക്കാൻ കഴിയും? കേരളത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ഇതുപോലുള്ള ബ്രോയിലർ ഫാമുകളുണ്ട് എന്നുള്ളതാണ്, ആയിരക്കണക്കിന് ഫാമുകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവർക്കെല്ലാം ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു ഏറ്റവും മികച്ച സംഭവമാണ് ബ്രോയിലർ ചിക്കൻ ഹാച്ചറി യൂണിറ്റ്. ആഴ്ചയിൽ 3000 കുഞ്ഞുങ്ങൾ അടവിരിക്കുന്ന ഒരു ബ്രീഡ് ഇൻക്യുബേറ്റർ സംവിധാനം, ഹാച്ചറി അടക്കം സ്ഥാപിക്കുന്നതിനാണ് ഈ പറയുന്ന മദർ യൂണിറ്റ് വേണം, ബ്രൂഡർ യൂണിറ്റ് വേണം, ഇത് കുഞ്ഞുങ്ങളെ വെക്കുന്ന ഹാച്ചറി വേണം. ഇതെല്ലാം കൂടെ ചെയ്യുന്നതിന് ഏതാണ്ട് 25 ലക്ഷം രൂപയാണ് സബ്സിഡി. ഇനി 2200 മുതൽ 2400 മെട്രിക് ടൺ സൈലേജ് നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി തുടങ്ങുന്നതിനും പെർ ഡേ പ്രതിദിനം 30 മെട്രിക് ടണ്ണ് TMR നിർമ്മിക്കുന്ന ഒരു യൂണിറ്റ് ആരംഭിക്കുന്നതിന് ഏതാണ്ട് സബ്സിഡി 50 ലക്ഷം രൂപയാണ്. ഇത് രാഷ്ട്രീയ ഗോകുൽ മിഷൻ്റെ കീഴിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ്. മറ്റൊന്നാണ് സ്കിൽ അല്ലെങ്കിൽ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ ട്രെയിനിങ് സെൻറ്റർ. ഈ മേഖലയിൽ ലൈഫ് സ്റ്റോക്ക് സെക്ടറിൽ ഏതെങ്കിലും ഒരു സംരംഭം തുടങ്ങുമ്പോൾ അവരുടെ സ്കില്ല്, ആറ്റിറ്റ്യൂഡ്, നോളജ് ഇതൊക്കെ വർദ്ധിപ്പിച്ചെടുക്കുന്നതിന്, അവർ നല്ല സംരംഭകത്വം വികസിപ്പിച്ചെടുക്കുന്നതിൽ ആവശ്യമായ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് മുതൽ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ട്രെയിനിങ് സെൻറ്ററുകൾക്ക് വലിയ സാധ്യത നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതൊന്നും കൂടി വിപുലപ്പെടുത്തി പറയുന്നു. വളരെ 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 സാധ്യതയുള്ള സംവിധാനമാണ് സ്കില്ല് അല്ലെങ്കിൽ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് സെൻറ്റർ എന്നുള്ള സംവിധാനം.
ഇനി ഡിജിറ്റൽ ഡയറി മാനേജ്മെൻറ്റ്, നമുക്കറിയാം ഒരു ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എല്ലാ സാധനങ്ങളും നമുക്ക് വിൽപ്പനയ്ക്കാണെങ്കിലും പ്രൊക്യൂർമെൻറ്റിനാണെങ്കിലും പ്രോസസ്സിങ്ങിനാണെങ്കിലും എല്ലാം നമുക്ക് ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളെ, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളെ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം. അപ്പോൾ നമ്മൾ ഏത് ഉൽപ്പന്നവും നമുക്ക് വേണമെങ്കിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നമുക്ക് അത് പ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് വിതരണം ചെയ്യാം. അങ്ങനെ ഒരുപാട് സാധ്യതകളാണ് ഡിജിറ്റൽ രംഗത്ത്. അത് അപ്പം തീർച്ചയായിട്ടും അതുപോലെ ഡയറിയിലെ ആക്ടിവിറ്റീസുകൾ, കറവയുടെ കാര്യത്തിലായാലും പാൽ സംഭരണത്തിൻ്റെ കാര്യത്തിലായാലും പാൽ സംസ്കരണത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ തന്നെ ഡിജിറ്റൽ ഡയറി മാനേജ്മെൻറ്റ് സംവിധാനങ്ങൾ കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ നമുക്ക് തൊഴിൽ സാധ്യതകൾ അല്ലെങ്കിൽ തൊഴിലാളികളുടെ ആയാസം വളരെ കുറച്ച് ഏറ്റവും ഗുണമേന്മയുള്ള രീതിയിൽ നമുക്ക് പാൽ ഉൽപ്പാദിപ്പിക്കാനും പാലനുബന്ധ ഉൽപ്പാദനങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയും ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ള കാര്യം കൂടി ഓർമ്മ വയ്ക്കണം. മറ്റൊന്നാണ് മാർക്കറ്റ് ലിങ്കേജ് ആൻഡ് ബ്രാൻഡിങ്. വളരെ പ്രധാനമാണ്. വിവിധ മാർക്കറ്റിംഗ് സാധ്യതകൾ ഉപയോഗപ്പെടുത്തുകയും ബ്രാൻഡിങ്ങിൻ്റെ എല്ലാ വശങ്ങളും നമുക്ക് ഉപയോഗിക്കപ്പെടുത്തേണ്ടത് വളരെ പ്രധാനമാണ്. പ്രധാനപ്പെട്ട മാർക്കറ്റ് ലിങ്കേജസ്, അതായത് മാർക്കറ്റ് ലിങ്കേജ് ആൻഡ് ബ്രാൻഡിങ് ആർ ക്രൂഷ്യൽ ആസ്പെക്ട് ഓഫ് ദി ഡയറി സെക്ടർ, enabling farmer to sell their products at competitive prices and build a loyal customer base. അപ്പോൾ ഏറ്റവും മികച്ച ഒരു ഉപഭോക്തൃ സംവിധാനങ്ങളെ ഒരുക്കിയെടുക്കുന്നതിനും നമ്മുടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഒരു കോമ്പറ്റീറ്റീവ് രീതിയിൽ ഒരു മത്സരാധിഷ്ഠിത വില നിർണ്ണയിക്കുന്നതിനും അവരുടെ ഉൽപ്പന്നങ്ങളെ ഏറ്റവും മികച്ച രീതിയിലുള്ള വില നമുക്ക് വിൽക്കാനും സാധിക്കുന്ന സംവിധാനമാണ്. അതിന് നമുക്ക് ഡയറക്റ്റ് മാർക്കറ്റിംഗ്, നല്ല ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഇൻ്റർമീഡിയറ്റ്, അതായത് ഇടനിലക്കാരുടെ ചൂഷണങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ഫാർമർ ഒരു കസ്റ്റമറിലേക്ക് നേരിട്ട് നൽകുന്ന ഡയറക്റ്റ് മാർക്കറ്റിംഗ് സിസ്റ്റങ്ങളാവാം, അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ഫാമിംഗ് ആവാം. ഈ ഉൽപ്പാദിപ്പിക്കുന്ന സംരംഭകൻ അല്ലെങ്കിൽ കർഷകൻ അത് ഒരു പ്രത്യേക രീതിയിൽ അത് വിൽപ്പനക്കാരനുമായിട്ടോ അല്ലെങ്കിൽ സംസ്കരണക്കാരനുമായിട്ടോ ഒക്കെ ഒരു കോൺട്രാക്റ്റ്, ഒരു എഗ്രിമെൻ്റ് കൊണ്ടൊരു ആ തരത്തിലേക്കുള്ള ഒരു സംവിധാനങ്ങൾ ആരംഭിച്ചാൽ നമുക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് എപ്പോഴും ഒരേ നിരക്കിലുള്ള വില നമുക്ക് കിട്ടും. അത് മാർക്കറ്റിലെ ഫ്ലക്ച്വേഷൻ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ചാഞ്ചാട്ടം ഒന്നും അതിനെ ബാധിക്കില്ല എന്നുള്ളതാണ്. മറ്റൊന്നാണ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ്. നമ്മളറിയാം, പാല് എന്ന് പറയുന്നത് ഭക്ഷ്യവസ്തുവിന് ഒരിക്കൽ പോലും വില കുറയുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിലെ സംബന്ധിച്ച് സുസ്ഥിരമായ ഒരു വിപണിയും സുസ്ഥിരമായ ഒരു വിലയും അഷ്വേർഡ് ഗ്യാരണ്ടീഡ് പ്രൈസും ഓഫർ ചെയ്യുന്ന ഒരു മേഖലയാണ് ഡയറി കോപ്പറേറ്റീവ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലുള്ള സംവിധാനങ്ങളെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ നമുക്ക് കുറച്ചും കൂടി റിസ്ക് കുറഞ്ഞെന്നുള്ള രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. അതേപോലെ തന്നെ ഓൺലൈൻ മാർക്കറ്റ് പ്ലേസുകൾ, നമുക്കറിയാം ഫ്ലിപ്പ്കാർട്ടായാലും അതുപോലുള്ള സംവിധാനങ്ങളിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങളെ, പാലായിക്കോട്ടെ, ചാണകമായിക്കോട്ടെ, ഗോമൂത്രമായിക്കോട്ടെ, സ്ലറി ആയിക്കോട്ടെ, പാലുൽപ്പന്നങ്ങളായിക്കോട്ടെ, എന്തും നമുക്ക് ആ തരത്തിലേക്ക് കണക്ട് ചെയ്യാം, നെറ്റ്വർക്കിലൂടെ കണക്ട് ചെയ്യാം. പ്രോസസ്സർമാരായാലും ബയർമാരായാലും നമുക്ക് ഓൺലൈൻ മാർക്കറ്റ് സംവിധാനത്തിലൂടെ നമ്മുടെ ഉൽപ്പന്നങ്ങളെ ഏറ്റവും ചൂടപ്പം പോലെ നമുക്ക് വിറ്റഴിക്കാൻ കഴിയുമെന്നുള്ളതാണ്. മറ്റൊന്നാണ് ഹോൾസെയിൽ മാർക്കറ്റുകൾ. നമുക്ക് കൂടുതൽ റിസ്ക്കും സമയങ്ങളൊക്കെ ലാഭിക്കാം. അത് ഒന്നിച്ച് നമ്മൾ ഹോൾസെയിലേഴ്സ് നമ്മൾ കൊടുക്കുന്നു, അവർ റീറ്റെയിലർമാർക്ക് കൊടുക്കുന്നു. അപ്പം നമുക്ക് മറ്റ് കാര്യങ്ങൾക്ക് നമ്മുടെ സമയങ്ങൾ ഉപയോഗപ്പെടുത്താം. അപ്പം അങ്ങനെ ഹോൾസെയിൽ മാർക്കറ്റിംഗ് സംവിധാനത്തിലൂടെ പോകാം. നമുക്ക് ബ്രാൻഡിങ്ങിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ പ്രോഡക്റ്റിനെ ബ്രാൻഡ് ചെയ്യാം, ഫാമിനെ നമുക്ക് ബ്രാൻഡ് ചെയ്യാം, സർട്ടിഫിക്കേഷൻ ബ്രാൻഡിങ് ആവാം, റീജിയണൽ ബ്രാൻഡിങ് ആവാം, റീറ്റെയിൽ ബ്രാൻഡിങ് ആവാം. അതുപോലെ ഇങ്ങനെയുള്ള കാര്യത്തിൽ ബ്രാൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു പ്രൊഡക്റ്റ്, ഒരു യുണീക്ക് പ്രൊഡക്റ്റ്, അത് ഇന്ന ബ്രാൻഡിൽ നമ്മൾ ഇറക്കിയിട്ട് അതിൻ്റെ പാറ്റൻറ്റ് സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഉൽപ്പന്നത്തിൻ്റെ ഗുണമേന്മ, നല്ല മികച്ച ഉൽപ്പന്നത്തിൻ്റെ ഗുണമേന്മ ഒരിക്കലും അതിൻ്റെ ടേസ്റ്റ് അറിയുന്ന ഒരാൾ, അതിൻ്റെ ഗുണമേന്മ അറിയുന്ന ഒരാൾ സംബന്ധിച്ച് വീണ്ടും വാങ്ങാനുള്ള ഒരു ത്വരയുണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ മാർക്കറ്റ് നമുക്ക് തുറന്നെടുക്കാൻ കഴിയും. മറ്റൊന്നാണ് ഈ മാർക്കറ്റ് ലിങ്കേജിൻ്റെയും ബ്രാൻഡിങ്ങിൻ്റെയും നേട്ടങ്ങൾ എന്തൊക്കെയാണ്, അല്ലേ? ഒന്നാമത്തെ പറഞ്ഞാൽ ബെറ്റർ പ്രൈസാണ്.
നമുക്ക് മികച്ച വില കിട്ടും എന്നുള്ളതാണ്. നമ്മൾ ബ്രാൻഡ് ചെയ്യുമ്പോഴും മികച്ച മാർക്കറ്റ് ലിങ്കേജിലൂടെ കണക്ട് ചെയ്യപ്പെടുമ്പോഴും നമുക്കൊരു നല്ല വില അതിന് കിട്ടും. ഒരു പ്രീമിയം നിരക്കിൽ നമുക്കതിനെ വാങ്ങിയെടുക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ സെയിൽസ്, നമ്മുടെ വിൽപ്പനയുടെ അളവ് നമുക്ക് കൂട്ടിയെടുക്കാൻ കഴിയും. നമുക്ക് നല്ല ബ്രാൻഡിങ്ങും മാർക്കറ്റ് ലിങ്കേജും ഉണ്ടെങ്കിൽ കസ്റ്റമറിൻ്റെ ലോയൽറ്റി, അവരുടെ ഒരു വിശ്വാസം നമുക്ക് വലിയ തോതിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ്, മികച്ച ഒരു മത്സരം നമുക്ക് അവിടെ കാഴ്ചവെക്കാൻ കഴിയും. അപ്പോൾ ഏറ്റവും മികച്ച ബ്രാൻഡിങ്ങും ഏറ്റവും മികച്ച മാർക്കറ്റ് ലിങ്കേജും സ്ട്രാറ്റജിയും ഉള്ള ആളുകൾ അത് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കി പോകും. ഇംപ്രൂവ്ഡ് ക്വാളിറ്റി, നമുക്ക് പിന്നെ നമ്മുടെ ഗുണമേന്മയെ വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഒരു ഫോഴ്സ്ഫുള്ളി ആയിട്ട് നമുക്ക് വന്നു ചേരും. അതുവഴി നമുക്ക് നമ്മുടെ സേവനത്തിൻ്റെ ആയാലും ഉൽപ്പന്നത്തിൻ്റെ ആയാലും ഉൽപ്പാദനത്തിൻ്റെ ആയാലും ക്വാളിറ്റി നല്ല നിലയിലേക്ക് നിലനിർത്താനും ഉയർത്തിക്കൊണ്ടുവരാനും നമ്മൾ നിർബന്ധിതമാകും, സാധ്യമാകും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ മേഖലയിൽ ചെയ്യാൻ കഴിയുന്ന കുറേ അധികം നമ്മൾ പദ്ധതികൾ അല്ലെങ്കിൽ സംരംഭങ്ങളുടെ സാധ്യതകളെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. മിൽക്ക് കളക്ഷൻ ആൻഡ് പ്രോസസ്സിംഗ് യൂണിറ്റ്, ക്ഷീര സഹകരണ സംഘങ്ങളിൽ നിന്ന് പാല് സംഭരിച്ചുകൊണ്ട് അല്ലെങ്കിൽ വലിയ ഡയറി ഫാമുകളിൽ നിന്ന് പാല് സംഭരിച്ചുകൊണ്ട് അതിനെ വിവിധ മൂല്യവർദ്ധിത വസ്തുക്കളാക്കി പ്രോസസ്സ് ചെയ്ത് പിന്നെ ഡബിൾ ടോണ്ട് മിൽക്ക്, ടോണ്ട് മിൽക്ക്, ബട്ടർ, ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊക്കെ ആക്കിയൊക്കെ നമുക്ക് മാറ്റിയെടുത്തുകൊണ്ട് നല്ല ഒരു സംരംഭം തീർച്ചയായിട്ടും കെട്ടിപ്പിടിക്കാൻ കഴിയും. വെണ്ണ, അതുപോലെ നെയ്യ്, ഗീ ആൻഡ് ബട്ടർ പ്രൊഡക്ഷൻ എന്നുള്ള സംവിധാനത്തിലേക്ക് പാല് അധികമുള്ള നമുക്ക് ഇതിനെ ക്രീം സെപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ക്രീമിനെ മാറ്റിയെടുത്തുകൊണ്ട് നമുക്ക് ബട്ടറും അതുപോലെ തന്നെ ക്രീമറി ബട്ടറും നെയ്യും ഒക്കെ നമുക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ തൈര് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിലുള്ള ബട്ടർ, ദേശീയ ബട്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയും. ചീസ്, അതുപോലെ തന്നെ യോഗർട്ട്, വളരെ നിസ്സാരമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന നമ്മുടെ ആയുസ്സിന് ദൈർഘ്യം കൂട്ടുന്ന എന്ന് വിശ്വസിക്കുന്ന റഷ്യക്കാർ വിശ്വസിക്കുന്ന യോഗർട്ട് നമുക്ക് ഉണ്ടാക്കാനും അത് വിതരണം ചെയ്യാനും സാധിച്ചാൽ അതൊരു മികച്ച സംരംഭമാണ്. ഒപ്പം തന്നെയാണ് നമുക്ക് ഐസ്ക്രീം, വായിൽ ഊറുന്ന ഐസ്ക്രീം, അതുപോലെ ഫ്രോസൺ യോഗർട്ട് പോലുള്ള സംവിധാനങ്ങളുടെ പാർലറുകൾ ആരംഭിക്കാം, അതിൻ്റെ നിർമ്മാണം ആരംഭിക്കാം, അതിൻ്റെ വിതരണം നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. അതും ഇന്ന് ഒരു ഫംഗ്ഷൻ വന്നാൽ ഏതാണ്ട് ഒരു 99% ഫംഗ്ഷനുകളിലും ഐസ്ക്രീം ഒരു അവിഭാജ്യ ഘടകമാണെന്ന് ഓർക്കണം. അപ്പോൾ വലിയ സാധ്യതയാണ് പാലിൽ നിന്നുള്ള ഐസ്ക്രീം. നമുക്ക് ആ കാര്യത്തിലൊരു ബോധവൽക്കരണം ആവശ്യമുണ്ട്. പലപ്പോഴും വെജിറ്റബിൾ ഫാറ്റാണ് നമ്മുടെ മിൽക്ക് ഫാറ്റിന് പകരമായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ അതിനെ ഐസ്ക്രീം എന്ന് ഒരിക്കലും വിളിക്കാറുമില്ല, ഫ്രോസൺ പ്രോഡക്റ്റ് എന്ന് പറയാറുള്ളൂ. അതേപോലെ തന്നെയാണ് ഫാം ടൂറിസം. ഈ രംഗത്ത് ഡയറി ഫാം ടൂറിസം അനന്തമായ സാധ്യതകളാണ് ടൂറിസം രംഗത്ത് ഇന്ന് പിന്നെ ഉള്ളത്. അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്. മറ്റൊന്നാണ് ഗുണമേന്മയുടെ കാലിത്തീറ്റ നിർമ്മാണവും അതിൻ്റെ വിതരണവും സംവിധാനങ്ങളും നമ്മൾ കേരളത്തിൽ നമുക്ക് ധാരാളം ആരംഭിക്കാൻ കഴിയും, സാധ്യതയുണ്ട്. അത് നല്ല നിലയിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സംരംഭമാണ്. ഫീഡ് മിക്സിംഗ് ആൻഡ് സെയിൽസ് യൂണിറ്റ് നേരത്തെ പറഞ്ഞു. ചോളം പോലുള്ള ധാന്യങ്ങളെയൊക്കെ അവിടുന്ന് കുറഞ്ഞ ചിലവിൽ വാങ്ങി അവിടുന്ന് പൊടിപ്പിച്ച് നമ്മൾ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ അവിടുന്ന് നമുക്ക് പാക്ക് ചെയ്ത് തരുന്ന സംവിധാനങ്ങളുണ്ട്. അതിന് കളറും അതിന് നമ്മുടെ പിന്നെ എംബ്ലവും ഒക്കെ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി അവിടെ വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കി അവർ അവിടെ നിന്ന് തരും. അത് കൊണ്ടുവന്ന് വിൽക്കാൻ നമുക്ക് സാധിക്കും. ലൈഫ് സ്റ്റോക്ക് ബ്രീഡിംഗ് കം സെയിൽസ് യൂണിറ്റ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. ബ്രീഡിംഗ് യൂണിറ്റുകൾ ആരംഭിക്കുമ്പോൾ ഉണ്ടാകുന്ന നേട്ടങ്ങളും കോട്ടങ്ങളും എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ ആനിമൽ ഹെൽത്ത് പ്രോഡക്ട്സ്, പല കമ്പനികളുടെ 100 കമ്പനികളുടെ പ്രൊഡക്റ്റുകളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും നല്ല കമ്പനിയുടെ ഏത് പ്രൊഡക്റ്റാണ് അകിടുവീക്കത്തിന് ഏതാണ് ഉപയോഗപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ കാൽസ്യക്കുറവിന് ഏതാണ് ഉപയോഗപ്പെടുത്തേണ്ടത്, ഇങ്ങനെയുള്ള ഒരുപാട് പാല് വർദ്ധിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, അകിട് സംരക്ഷണത്തിന് ഏതാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരുപാട് നൂറുകണക്കിന് പിന്നെ പ്രോഡക്റ്റുകളാണുള്ളത്, മെഡിസിനുകളാണുള്ളത്. ഇതൊക്കെ വിതരണം ചെയ്യുന്ന ഒരു യൂണിറ്റ് ആരംഭിച്ചാൽ നല്ല സാധ്യതകളാണ് അവിടെയുള്ളത്. വെറ്റിനറി മെഡിക്കൽ ഷോപ്പുകൾ ആരംഭിക്കാം, സർവീസ് യൂണിറ്റുകൾ ആരംഭിക്കാം, ലൈഫ് സ്റ്റോക്ക് ഇൻഷുറൻസ് ഏജൻസികൾ ആരംഭിക്കാം. ഇതൊക്കെ വളരെ പ്രധാനമാണ്. വുമൺ ലെഡ്, സ്ത്രീകൾ നയിക്കുന്ന ക്ഷീരസഹകരണ സംഘങ്ങൾ. ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ അമ്പായത്തോട് ക്ഷീരസംഘം എക്സാമ്പിളായിട്ട് നമുക്കെടുക്കാം. അത് വനിതകളാണ്. വളരെ ഭംഗിയായിട്ട് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും മികച്ച സംഘമായിട്ട് അമ്പായത്തോട് സംഘം ഇന്നും നിലകൊള്ളുന്നത്, മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇൻ്റഗ്രേറ്റഡ് സംയോജിത ക്ഷീര വികസന യൂണിറ്റുകളാണ്, ക്ഷീര യൂണിറ്റുകളാണ്. അതിൽ പൗൾട്രി, ഗോട്ട്, റാബിറ്റ്, അതുപോലെ ബ്രോയിലർ ചിക്കൻ, എഗ്ഗർ ചിക്കൻ, പിഗ്, ഫിഷ്, ഡക്ക് പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇൻ്റഗ്രേറ്റഡ് ഡയറി ഫാമിംഗ് നടപ്പിലാക്കിയ അതൊരു വലിയ സാധ്യതയാണ്. അതുപോലെ തന്നെ
ലോജിസ്റ്റിക്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സർവീസസ് നമുക്ക് ആരംഭിക്കാനും വലിയ തൊഴിൽ സാധ്യതയുള്ള ഒരു മേഖലയാണ് ലോജിസ്റ്റിക് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സർവീസസ്. എക്സ്പോർട്ട് ഓഫ് ഡയറി ആൻഡ് ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ട്സ്, ലൈഫ് സ്റ്റോക്കിൻ്റെ പ്രൊഡക്റ്റുകളായാലും ഡയറിയുടെ പ്രൊഡക്റ്റുകളായാലും ഒക്കെ തന്നെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള വലിയൊരു അവസരം നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. മട്ടന്നൂർ ഒരു എയർപോർട്ട് ഉള്ളതുകൊണ്ട്, അതുപോലെ തന്നെ മംഗലാപുരത്ത് എയർപോർട്ട് ഉള്ളതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് വളരെ അനുഗ്രഹീതമാണ് രണ്ടും. അപ്പോൾ അത്തരത്തിൽ എക്സ്പോർട്ട് ഓഫ് ഡയറി ആൻഡ് ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ട്സ് അവർ, പിന്നെ അതുപോലെ വാല്യൂ ആഡഡ് റെഡി ടു കുക്ക് മീൽസ് ആൻഡ് സ്നാക്സ് പ്രൊഡക്ഷൻ യൂണിറ്റ്. പെട്ടെന്ന് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഇപ്പോൾ പൊറോട്ട കവറിലാക്കി കൊണ്ടുവന്നു, അതങ്ങ് കവർ പൊട്ടിച്ച് പിന്നെ തവ ചൂടാക്കി അതിലേക്ക് ഇട്ടൊന്ന് മറിച്ച് തിരിച്ചു നല്ല ഫ്രഷ് പൊറോട്ട നമുക്ക് കിട്ടും. അപ്പം അങ്ങനെയുള്ള റെഡി ടു കുക്ക് പോലുള്ള സംവിധാനങ്ങൾ, സ്നാക്ക് പ്രൊഡക്ഷൻ യൂണിറ്റ് അവരുടെ മുമ്പിൽ തന്നെ വെച്ച് കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലൊക്കെ ആകുമ്പോൾ അത് കൂടുതൽ വിപണി സാധ്യതകളും വരുമാന സാധ്യതകളും സംരംഭത്വ സാധ്യതകളും അതിലൂടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമറ്റ സംഗതിയാണ്. അതുപോലെ തന്നെ ജൈവ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഓർഗാനിക് മാനുവർ പ്രൊഡക്ഷൻ ആൻഡ് സെയിൽസ് യൂണിറ്റ്. ധവള കർമ്മസേന, നമുക്കറിയാമല്ലോ, നേരത്തെ പറഞ്ഞ പോലെ കൃഷി മേഖലയിൽ ധവള കർമ്മസേന പോലെയുള്ള സംവിധാനങ്ങളുണ്ട്. അത് ശരിയായ രീതിയിൽ വളർത്തിയെടുത്താൽ ഈ മേഖലയിലെ കറവയ്ക്കായാലും പശു തൊഴുത്തിലെ ലേബറിങ്ങിനായാലും ഒക്കെ തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. അത് മികച്ച ഒരു വരുമാനം കൂടിയാണ് എന്നുള്ളത് കാര്യം നമ്മുടെ ഓർമ്മയിലിരിക്കണം. കോമൺ ഫെസിലിറ്റി സെൻ്ററുകൾ, അക്ഷയ മോഡൽ സർവീസ് സെൻ്ററുകൾ, കോമൺ സർവീസ് സെൻ്ററുകൾ, ഫെസിലിറ്റി സെൻ്ററുകൾ നമുക്ക് ആരംഭിക്കാം. ഈ മേഖലയിൽ നമുക്ക് കർഷകർക്ക് ആവശ്യമായ സാധന സൗകര്യങ്ങൾ, അവരുടെ സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ട പ്രൊജക്റ്റ് റിപ്പോർട്ട് പോലുള്ള സംവിധാനങ്ങൾ കൊടുക്കുന്ന അങ്ങനെ ഒരുപാട് സാധ്യതകൾ കോമൺ ഫെസിലിറ്റി സെൻ്റർ ആരംഭിക്കുന്നതിലൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും വലിയ വരുമാനമുള്ള, പ്രത്യേകിച്ച് പ്രൊജക്റ്റ് റിപ്പോർട്ട് കൊടുക്കുന്ന സംവിധാനങ്ങളുണ്ടെങ്കിൽ നമുക്ക് നന്നായി കൊണ്ടുപോകാൻ കഴിയും. സ്റ്റാർട്ടപ്പ് പോലെയുള്ള സംവിധാനങ്ങൾ, സ്ത്രീകൾ നിയന്ത്രിക്കുന്ന സ്റ്റാർട്ടപ്പുകൾ, ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ നമുക്ക് തുടങ്ങാൻ കഴിയും. അതിനുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ നമുക്ക് ഉണ്ട്. അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. വുമൺ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പുകൾ, ഫാം കൺസ്ട്രക്ഷന്, തൊഴുത്തു നിർമ്മാണം, അതുപോലെ തന്നെ ലൈഫ് സ്റ്റോക്ക് ഫാമുകൾ നിർമ്മിക്കാൻ, ഇതിനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ മേഖലയിൽ നമുക്കൊരു ഗ്രൂപ്പിനെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. അത് സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ. വുമൺ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ്, മെൻ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ്, മിക്സഡ് കൺസ്ട്രക്ഷൻ ഗ്രൂപ്പുകൾ, ഫാം ഡിസൈനിങ് ആൻഡ് കൺസ്ട്രക്ഷൻ, ഇതൊക്കെ നമുക്ക് വലിയ വരുമാനം നേടിത്തരാൻ പറ്റുന്ന സംരംഭങ്ങളാണ്. അതുപോലെ തന്നെ ട്രെയിനിങ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് സെൻറ്ററുകൾ, ട്രെയിനിങ്ങും അതുപോലെ തന്നെ നമ്മുടെ കപ്പാസിറ്റി ബിൽഡിംഗ് എന്നുള്ള രീതിയിലുള്ള നമ്മുടെ സംരംഭകത്വ ശേഷി, നമ്മുടെ കപ്പാസിറ്റിയെ വികസിപ്പിക്കുന്ന രീതിയിലുള്ള അതിനുള്ള ആവശ്യമായ ഒരു ട്രെയിനിങ് സെൻറ്ററുകൾ ആരംഭിക്കാൻ നമുക്ക്. മറ്റൊന്നാണ് സെൻട്രലൈസ്ഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് സെൻറ്റർ, മാലിന്യമുക്ത നവകേരളം, പന്നി വളർത്തലിലൂടെ നാശയം പോലെയുള്ള സാറ്റലൈറ്റ് പിഗ് ഫാമുകൾ ആരംഭിക്കുക. അവിടെ ഉണ്ടാകുന്ന വേസ്റ്റുകളെ നിശ്ചിത ഇടവേളകളിൽ സെപ്റ്റിക് ടാങ്കുകളിലേക്ക് മാറ്റുന്ന, ഏറ്റവും ശാസ്ത്രീയമായി സംസ്കരിച്ച് മാറ്റുന്ന രീതിയിലേക്ക് വരിക. അവിടെ നിന്ന് അതിൻ്റെ ഒരു നിശ്ചിത ഇടവേളകളിൽ ആ വേസ്റ്റ് മാലിന്യത്തെ കംപ്ലീറ്റ് പമ്പ് ചെയ്തെടുത്ത് ഒരു കോമൺ പ്രോസസ്സിംഗ് സെൻറ്ററിലേക്ക്, ഒരു ETP സംവിധാനത്തിലേക്ക്, ഒരു ഡങ് ഡീവാട്ടറിങ് സംവിധാനത്തിലേക്ക്, ETP സംവിധാനത്തിലേക്കൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നോ വേസ്റ്റ് നോ പൊള്യൂഷൻ എന്ന രീതിയിൽ നമുക്ക് ഏതൊരു സംരംഭത്തെയും മാറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ ഒരു സെൻട്രലൈസ്ഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് സെൻറ്ററുകൾ ആരംഭിച്ചുകൊണ്ട് ഒരു നിശ്ചിത യൂസർ ഫീ സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വലിയ നിലയിൽ നമുക്ക് അത് വരുമാനം നേടി തരാൻ കഴിയുന്നതാണ്. അങ്ങനെ ഉരുത്തിരിഞ്ഞു നിന്ന ജൈവ വളത്തെ അത് വിൽപ്പന നടത്തുന്നതിലൂടെ ഒരു വരുമാനം കണ്ടെത്താൻ കഴിയും. യൂസർ ഫീ ഇനത്തിലൊരു വരുമാനം നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ വലിയ തോതിൽ നമ്മളെ സഹായിക്കുന്ന, സംരംഭം തുടങ്ങാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വരുമാനം നേടിത്തരാൻ സാധ്യതയുള്ള സംരംഭങ്ങളാണ്. മറ്റൊന്നാണ് ഫാം ടൂറിസം. കേരള ഗവൺമെൻറ്റും വലിയ തോതിൽ ഇതിനെ പ്രോത്സാഹനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫാം ടൂറിസം കേരളത്തിൽ നമുക്കറിയാം, ലോകത്തിൽ കണ്ടിരിക്കേണ്ട ടൂറിസ്റ്റ് പ്ലേസുകളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ്. കേരളം ഒരു ടൗൺഷിപ്പ് എന്ന രീതിയിൽ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്നു. സർക്കാർ അതിനുള്ള ഇടപെടലുകൾ നടത്തിയിരിക്കുന്നു. കേരളം സമീപഭാവിയിൽ തന്നെ ഒറ്റ ടൗൺഷിപ്പായിട്ട് മാറുന്ന രീതിയിലേക്ക് അത് മാറുന്നു. അപ്പോൾ അവിടെ ഫാം ടൂറിസത്തിന്, അത് കായൽ ടൂറിസത്തിനായാലും ആയുർവേദ ടൂറിസത്തിനായാലും നമ്മുടെ ഫുഡ് ടൂറിസം ആയാലും
ഒക്കെ എല്ലാം നമുക്ക് ഒരു ടൂറിസം എന്ന രീതിയിലേക്ക് നമുക്ക് കണ്ടെത്തുകൊണ്ട് വലിയ വിദേശ നാണയവും വരുമാനവും നേടിത്തരുന്ന സംരംഭങ്ങളാക്കി നമുക്ക് അതിനെ മാറ്റിയെടുക്കാമെന്നുള്ളതാണ്. മറ്റൊന്നാണ് ഓർഗാനിക് ഫുഡ് കോർട്ട്സ്. ഇപ്പം കേരളത്തിലെ ഒരു ഫുഡ് കോർട്ടുകളും ഫുഡ് സംവിധാനങ്ങളും വലിയ വലിയ ഏറ്റവും റാപ്പിഡ് ഗ്രോത്ത് നേടുന്ന ഒരു 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 മേഖലയാണ് ഫുഡ് ആയിട്ട് ബന്ധപ്പെട്ട്. ഒരു ഏറ്റവും മികച്ച വരുമാനം നേടിത്തരാൻ കഴിയുന്നതാണ്. നല്ല മികച്ച രീതിയിലുള്ള ഒരു ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളെ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാം. ഓർഗാനിക് ഫുഡുകൾ, പ്രകൃതി ഭക്ഷണശാലകൾ, ഇങ്ങനെയൊക്കെ നമ്മൾ ഉൽപ്പാദിപ്പിച്ചെടുത്താൽ തീർച്ചയായിട്ടും ആരംഭിച്ചാൽ തീർച്ചയായിട്ടും വരുമാന സാധ്യതകളുള്ള നല്ല സംരംഭമായി കൊണ്ടുപോകാൻ കഴിയും. ഒരു കൈയിൽ പാലും മറുകൈയിൽ പച്ചക്കറിയും പോലുള്ള പദ്ധതികളെ ആരംഭിച്ചുകൊണ്ട് ഒരു ഇൻ്റഗ്രേറ്റഡ് പ്രോജക്റ്റ് ആരംഭിച്ചുകൊണ്ട് ഏറ്റവും കുറഞ്ഞ തോതിൽ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാനും എത്ര കുറഞ്ഞ അളവിൽ ഉൽപ്പാദിപ്പിച്ചാലും അതിനൊക്കെ ഒരു വിപണി കണ്ടെത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കും. ഒരു കൈയിൽ പാലും മറുകൈയിൽ പച്ചക്കറിയും പോലെയുള്ള ഒരേ സമയത്ത് ഉൽപ്പാദകനെയും ഒരേ സമയത്ത് ഉപഭോക്താവിനെയും ഒരേ കണ്ണിയിൽ ചേർക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ ഇതുപോലുള്ള പദ്ധതികൾ ഉപയോഗപ്പെടുത്താൻ കഴിയും. നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത വളയിട്ട കൈകളിൽ വളയവും പാലുമുള്ള പാൽ സംഭരണ വിതരണം വീട്ടുപടിക്കൽ പോലെയുള്ള സംരംഭങ്ങൾ നമുക്ക് കെട്ടിപ്പടുക്കാൻ കഴിയണം. ഇതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്.